സകലത്തെയും പുതുതാക്കുന്ന നമ്മുടെ ദൈവം ഈ പുതിയൊരു ദിവസം പുതിയ ജീവിതം നയിക്കുവാൻ നമുക്ക് ദാനം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞതിനെയൊക്കെ മറന്നു പുതിയ നിശ്ചയത്തോടെ പുതിയ ദൈവാശ്രയത്തോടെ ഈ ദിവസം ആരംഭിക്കുവാനും ഈ ദിവസത്തിൽ തുടരുവാനും ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 2-ാമത്തെ വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സമാധാനം ഇല്ലാത്ത ഒരു ലോകത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് പ്രത്യാശ നൽകുന്ന ഒരു ഉപദേശമാകുന്നു ഈ വാക്യം. നാം ജീവിക്കുന്ന ലോകം ഒന്നിലും സ്ഥിരതയുള്ളതല്ല. പ്രഭാതം വരുന്നു, അതിനുശേഷം മധ്യാഹ്നം വരുന്നു, അതിനുശേഷം സന്ധ്യയാകുന്നു, രാത്രിയാകുന്നു, വീണ്ടും പ്രഭാതം വരുന്നു. കാലാവസ്ഥ അതുപോലെ ആവർത്തിക്കുന്നു. എല്ലായിടത്തും മാറ്റങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മാറ്റങ്ങളുടെ ഇടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായാലും ആ മാറ്റങ്ങളുടെ ഇടയിൽ സ്ഥിരമായ മനസ്സോടുകൂടെ സ്ഥിരമായ ആശ്രയത്തിൽ ദൈവത്തെ മുറുകെ പറ്റുവാൻ ഒരു ദൈവ പൈതലിന് ശ്രമിക്കേണ്ടതാണ് എന്നുള്ള പ്രബോധനം ഇവിടെ പഠിപ്പിക്കുകയാണ്. എല്ലാ മാറ്റങ്ങളുടെയും ആരംഭം നമുക്ക് സുഖകരമാകും. എന്നാൽ ആ മാറ്റത്തിൽ കൂടെ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ പ്രയാസമാകും. അതിനെ അതിജീവിക്കുവാനുള്ള കഴിവ് ആർജിക്കുമ്പോഴേക്കും പുതിയ അവസ്ഥ സംജാതമാകുന്നു. അങ്ങനെ മാറ്റങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അവസ്ഥ എപ്പോഴും മാറ്റങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത് എന്നുള്ള അവസ്ഥ നാം മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കൃപാവഴികൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ഇവയ്ക്കൊന്നും ഒരിക്കലും മാറ്റമില്ല. മാറ്റമില്ലാത്ത ദൈവത്തെ മനസ്സിലാക്കുകയാണ് സമാധാനമായി ജീവിക്കുവാനുള്ള മനുഷ്യനുള്ള ഏക പോംവഴി. ഈ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും. യെശയ്യാ 30-ാം അധ്യായത്തിൽ നാം വായിക്കുക. ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിങ്ങളുടെ ബലം. ഈ സമാധാനമില്ലാത്ത ലോകത്തിൽ നമ്മൾ ബലം കണ്ടെത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയവും അതുപോലെ തന്നെ ദൈവത്തിൽ ഉള്ള വിശ്രമവും ആകുന്നു. യെശയ്യാ 30-ാം അധ്യായം 15-ാം വാക്യം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. നമ്മുടെ ബലം എവിടെയാണ്? ദൈവത്തിൽ വിശ്രമിക്കുക. ഈ മാറ്റങ്ങൾക്ക് കാരണബോധനായിരിക്കുന്ന ഈ മാറ്റങ്ങളെയൊക്കെയും ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത്. പെട്ടെന്നുള്ള നമ്മുടെ പ്രതികരണം ഒന്നിനും പരിഹാരമല്ല. ശാശ്വതമായ പാറ, നമുക്ക് ആശ്രയിക്കാവുന്ന ശാശ്വതമായ പാറ നമ്മുടെ ദൈവത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവം
മാറ്റമില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ മാറ്റമില്ലാത്ത കൽപ്പനകളാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം മാറ്റമില്ലാത്ത ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം. പുത്രൻ തമ്പുരാൻ നമ്മെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കിയെങ്കിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ലോകത്തിൽ ജീവിക്കണമെന്നുള്ളത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുള്ളൂ. എന്നും ഇതേ രീതിയിലായിരിക്കുമെന്ന് നാം കരുതിയാൽ നമുക്ക് തെറ്റിപ്പോയി. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു എന്ന് 30-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുഖം നമുക്ക് പ്രതികൂലമാകുമ്പോൾ നാം കുലുങ്ങുകയല്ല, ഭ്രമിച്ചു പോവുകയാണ്. അപ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പലപ്പോഴും നാം മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഭയവും ആകുല ചിന്തയും നമ്മുടെ സമനില തെറ്റിക്കുവാൻ ഇടയാകും. അതുകൊണ്ടാണ് യെശയ്യാ പറയുന്നത്, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. മാറ്റങ്ങളുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവവചനം മനസ്സിലാക്കി, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മനുഷ്യനെ കൈവിടാത്ത ഒരു സൃഷ്ടാവിനെയാണ് നാം കാണുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതാണ് ദൈവികമായുള്ള വാഗ്ദത്തം. ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകവും അതാണ്. ഒരു നാളും കൈവിടുകയില്ലല്ലോ, ഒരു നാളും ഉപേക്ഷിക്കുകയില്ലല്ലോ. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടുവാനുള്ള സാധ്യത ഇപ്പോഴും ദൈവമേ നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ, അവിചാരിതമായ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ്. നാം വീണെടുത്ത് കിടന്ന് ഉരുളുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് നമ്മെ അസമാധാനത്തിലേക്കും പരാജയത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. മനസ്സിനാണ് നമുക്ക് രൂപാന്തരം വരേണ്ടത്. അവിടെയാണ് ദൈവത്തിൻ്റെ സമാധാനം കുടികൊള്ളുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവത്തിൻ്റെ സമാധാനം ഭരിച്ച് നമ്മെ ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവഹിതം, ദൈവപദ്ധതി വഴി നടത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടുന്നതായുള്ള നേരിടുന്ന പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെയും നമ്മെ കൂടുതൽ ഉറപ്പും ധൈര്യവുമുള്ളവരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സ്ഥിര മനസ്സോടുകൂടി ദൈവത്തിലുള്ള ആശ്രയത്തിലുള്ള മാറ്റമില്ലാതെ സ്ഥിര മനസ്സോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള പ്രതിഫലം അവർക്ക് പൂർണ്ണ സമാധാനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദൈവത്തിൻ്റെ സമാധാനം അത് മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കുന്നതല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സകല കാര്യങ്ങളും ദൈവത്തിൽ പരമേൽപ്പിക്കണമെന്നാണ് ഓർപ്പിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
ആവശ്യങ്ങളില്ലാത്ത ആരുമില്ല. സ്തോത്രത്തോടുകൂടി ദൈവമേ ഇത് നിനക്ക് കഴിയും, നിന്നാൽ അസാധ്യമല്ല, എന്നെ രക്ഷിക്കുക. ഞാൻ ഏത് പ്രയാസത്തിലായാലും ഏത് അഗാധ കുഴിയിലായാലും എന്നെ രക്ഷിച്ചെടുക്കുവാൻ നിനക്ക് കഴിയും എന്നുള്ള പ്രത്യാശയിൽ സ്തോത്രത്തോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ യാചനകളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സമാധാനമില്ലാത്ത ഇന്നത്തെ ലോകത്തിന് ഈ ദൂതാകുന്നു ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ഇതിനൊരു റോൾ മോഡൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. തൻ്റെ മനുഷ്യാവതാരത്തിൽ ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രിയിലാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ദൈവത്തിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം. ആ സമാധാനം പിതാവായ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നും യേശു ആർജിച്ചെടുത്തതാണ്. ആ സമാധാനമാണ് നമുക്ക് തരുന്നത്. നേരം വെളുക്കുമ്പോൾ തന്നെ പീഡാനുഭവം ഉണ്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ടല്ലോ. രാത്രി ഗത്സമനയുടെ അനുഭവത്തിൽ താൻ രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ച് ഉറച്ച നിലവിളിയോടും യാചനകളോടും കൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ തൻ്റെ കൂടെയുള്ളവരോട് പറയുന്നു, അവരെ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉണർന്നിട്ട് പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞു. അവരുടെ അവിശ്വസ്തത കണ്ടിട്ടും ഒട്ടും ഇടറിപ്പോകാതെ, തൻ്റെ സ്നേഹത്തിന് ഒരു ഭംഗവും നേരിടാതെ അവരോട് പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഏത് പ്രതികൂല അവസ്ഥയിലും യേശു ക്രിസ്തുവിന് ശിഷ്യന്മാർക്ക് കൊടുക്കാനുണ്ടായിരുന്നത് സമാധാനമാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ സമാധാനം. അത് എന്നെ കരുതുന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെക്കുറിച്ച് പദ്ധതിയുള്ളവൻ, ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അടർത്തിയെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഒരു ദൈവ പൈതലിനെ പ്രശ്നങ്ങളുള്ള ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു, പ്രാപ്തരാക്കുന്നു. ആ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഈ ദിനത്തിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിനെ കാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ, ദൈവകാവലിൽ ഫലമേൽപ്പിക്കാം.